ഇൻസ്റ്റാഗ്രാം റീലുകൾ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പ്രണയങ്ങൾ മുട്ടിടുന്നതും അല്ലേ രാജ്യങ്ങൾ അതിർത്തികൾ കടന്നുപോയി വിവാഹം കഴിക്കുന്നതൊക്കെ ഇപ്പോൾ പതിവ് കാഴ്ചകളായി നമ്മൾ കാണുന്നുണ്ട്. ഇത് അക്കൂട്ടത്തിലേക്ക് ഒന്നുകൂടി ഇത് സ്നേഹം കൊണ്ടാണ്, അതായത് റീൽസൊക്കെ കണ്ട് അതിലെ തമാശകളൊക്കെ കണ്ടാണ് ഈ പ്രണയം തോന്നുന്നത്. 34-കാരിയാണ് കഥയിലെ നായിക. കഥയിലെ നായകൻ പക്ഷേ 84-കാരനാണ്. അങ്ങനെ വിവാഹവും കഴിഞ്ഞിരിക്കുന്നു. ദേവിക രുക്മിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ദേവിക, ഈ പ്രണയത്തിന് അല്ലെ അതിർത്തികളില്ല, പ്രായമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ ഈ റീൽസിലൂടെയൊക്കെയുള്ള പ്രണയം ചിലപ്പോൾ എന്തൊക്കെയാണ് പിന്നീട് ആൻറ്റി ക്ലൈമാക്സുകൾ സംഭവിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇതെങ്ങനെയാണ് ഇവരുടെ കഥ പൂവണിയുന്നത്? ഈ പ്രണയത്തിന് കണ്ണുമൂക്കില്ല എന്നൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ ശരിവെക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. അതായത് മധ്യപ്രദേശിൽ ആണ് ഈ 80-കാരനായ ബാലറാം എന്ന് പറഞ്ഞ ആൾ താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുകയും അതിലൂടെ ഇങ്ങനെ തമാശ നിറഞ്ഞ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഒരുപാട് ആളുകൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ആ ഗ്രാമത്തിൽ കുറച്ചൊരു പോപ്പുലറായിട്ടുള്ള ഒരാളായിട്ട് തന്നെ മാറി. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഷീല എന്ന് പറയുന്ന ഈ 34-കാരി ഇദ്ദേഹത്തിന് മെസ്സേജ് അയക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു കഥയ്ക്ക് പിന്നിൽ മറ്റൊരു കഥയും കൂടെ ഉണ്ട്. അതായത് ഈ വിഷ്ണു എന്ന് പറഞ്ഞ ഈ ബാലറാമിൻ്റെ സുഹൃത്താണ് ഇദ്ദേഹത്തിന് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി കൊടുക്കുന്നത്. അപ്പം ഈ ബാലറാമിന് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാനോ അതേപോലെ തന്നെ മെസ്സേജ് അയക്കാനും ഒന്നും അറിയില്ല. അപ്പം ഈ വിഷ്ണു എന്ന് പറഞ്ഞ സുഹൃത്താണ് ഇദ്ദേഹത്തിന് ഷീലയ്ക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാനൊക്കെ ഇദ്ദേഹത്തിനെ സഹായിച്ചത്. അങ്ങനെ ഇരുവരും തമ്മിലൊരു സൗഹൃദം തുടരുകയും അതൊരു പ്രണയമായിട്ട് മാറുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഈ ബാലറാം 2 വർഷം മുമ്പ് ഒരു വിഷാദ രോഗിയായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുകയും മക്കളൊക്കെ മാറി താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ഒരു വിഷാദ രോഗത്തിലേക്ക് ചെന്നുപെട്ടു. അപ്പോൾ വിഷ്ണു എന്ന് പറയുന്ന സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷാദ രോഗം മാറ്റുവാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ തുടങ്ങി കൊടുത്തത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ തമാശ നിറഞ്ഞ റീൽസൊക്കെ ഇദ്ദേഹം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നല്ല രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഷീല ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തിന് മെസ്സേജ് അയക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു. അപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഒരുപാട് പേരുടെ ജീവിതം മെച്ചപ്പെടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം ഇത് സോഷ്യൽ മീഡിയയിലൊരു മിശ്രിതമായിട്ടുള്ളൊരു കമൻറ്റുകളൊക്കെയാണ് വരാറ്. അതായത് രണ്ടുപേരുടെ പ്രായ വ്യത്യാസം ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ. പക്ഷേ അതേസമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷാദ രോഗത്തിൽ നിന്ന് മാറുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്നും കൂടി സന്തോഷകരമായ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് എടുത്തു പറയാനുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അതായത് ഷീലയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അദ്ദേഹത്തിനെ കല്യാണം കഴിച്ചത്. അപ്പം നമുക്ക് അവരെ കുറ്റം പറയാനൊന്നുമില്ല. അതായത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. നമ്മളതിലെ പ്രായത്തിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു കൗതുകം കൂടിയാണത് വാർത്തയായിട്ടും ശ്രദ്ധ നേടുന്നത്. എന്തായാലും അവർക്ക് എല്ലാവിധ മംഗളാശംസകളും നേരാം.